ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താത്ത വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന്. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ ഒരു താത്ത വന്നുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് കാണാം. ഫസ്റ്റ് കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പാൽ നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് മിൽക്ക് മേഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് നടക്കുന്നതിന് ശേഷം നമ്മൾ കസ്റ്റേർഡ് ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളത്തിൽ ഒരു സ്പൂൺ അത്രയൊക്കെ മതിയാവും മിക്സ് ചെയ്ത് കണ്ടായിക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറുകി എടുക്കണ്ട. നമ്മൾ പഞ്ചസാര വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. അത് ചിലപ്പോൾ മിൽക്ക് മേഡ് ഒഴിക്കണവരാണെങ്കിൽ വേണമെങ്കിൽ ഒരു സ്പൂണായിട്ട് ഒക്കെ ഇട്ടോ. ഒരു സ്പൂൺ പറയുമ്പോൾ ചെറിയ സ്പൂണെങ്കിൽ ഒരു സ്പൂണ്, വലിയ സ്പൂണാണെങ്കിൽ പകുതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പൂണിൽ ഒന്നും ഇട്ടോ. മിൽക്ക് മേഡ് ഒഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടെടുക്കാം. എന്നിട്ട് ഈ ചൂടാറി വരുമ്പോൾ ഇങ്ങനെ ഒരു യെല്ലോ കളറായി വരും കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര ഓവറായിക്കാണ്ട് ഇങ്ങനെ യെല്ലോ കളറായി വരും. അപ്പോൾ ഞങ്ങൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എപ്പോഴും ഇങ്ങനെ നന്നായി വരാറില്ല. അപ്പോൾ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇടാണ്ട് കേട്ടോ ഇതിലോട്ട്. ഞങ്ങൾ പ്രാവശ്യം ഐസ്ക്രീം ഇടാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഐസ്ക്രീം വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇടാഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കസ്റ്റേർഡ് ഒന്നും ഉണ്ടാക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ കസ്റ്റേർഡ് ഉണ്ടാക്കാറുള്ളൂ. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം. അതിനുള്ള ചിക്കൻ പൊരിക്കാനുണ്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇവിടെ വീട്ടിലില്ല, ഞാൻ സ്കൂളിലാണ്. ഈ ടൈമിലൊക്കെ ഞാൻ സ്കൂളിലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറേ ആയി വോയിസ് ഓവറൊക്കെ ഇട്ടിട്ട്, കാരണം എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടാനൊന്നും അധികം പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് പൊരിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ളതിൽ ഇങ്ങനെ ചപ്പ്, കറികപ്പട്ട, കുരുമുളക് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ബിരിയാണിക്ക് ഇടുമല്ലോ നമ്മൾ. ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ബിരിയാണി അരി ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നുകൊണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ നമ്മൾ നെയ്യ് ഇതാക്കിയിട്ട് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ പേസ്റ്റ് അരച്ചിതാക്കി വെച്ചത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ടെടുക്കാം കേട്ടോ. ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടെടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ റൈസ് ഊറ്റിയെടുക്കാം കേട്ടോ. റൈസ് ആയതിനു ശേഷം ഇപ്പോൾ ഫുള്ളും നമ്മൾ ഊറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കൊക്കെ കറുവപ്പട്ട, മറ്റേ ഈ ജാതിക്കന്നെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, അത് മറ്റേ ഇല, ഗ്രാമ്പൂ കാര്യങ്ങളൊക്കെ സ്പൈസസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് പിന്നെ തക്കാളിയും മുളകും നമ്മളതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ചപ്പ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മൾ ഈ ചിക്കൻ മസാല ഉണ്ടാവുമല്ലോ, അതെന്തുണ്ട് നമ്മൾ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അളവിനനുസരിച്ചാട്ടോ, ഒറ്റടിക്ക് കൊട്ടും ചെയ്യരുത്, നമ്മൾ അളവിനനുസരിച്ചാട്ടോ ഒക്കെ ഇടുന്നത്. പിന്നെ മുളക് പൊടി ഇടണം വിചാരിച്ചു, പിന്നെ വേണ്ട വിചാരിച്ചിട്ടോ. ചിക്കൻ മസാല ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് തൈര് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് തൈരൊക്കെ ഇങ്ങനെ ഇറങ്ങി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിലോട്ട് ചിക്കൻ വെച്ചെടുക്കാം. പൊരിച്ച ചിക്കനാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. നമ്മൾ നേരത്തെ പൊരിച്ചിരുന്നല്ലോ, അപ്പോൾ ആ ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. നമ്മൾ പൊരിച്ച ചിക്കൻ മറ്റേ ഓയിലൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് എല്ലാം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊരിച്ച ബിരിയാണി ഉണ്ടാവുമല്ലോ, പോലെ പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം അത് മൂടി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൂടി കഴിഞ്ഞ് ചിക്കനൊക്കെ ഏകദേശം ആയി വരുമ്പോഴത്തേന്
നമ്മളതിലേക്ക് എന്ത് ചെയ്യുക, റൈസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ നമ്മൾ. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. റൈസ് നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസാട്ടോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഉള്ളി ഇതാക്കിയുണ്ടാവുമല്ലോ, ഫ്രൈ ആക്കിയതുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദമ്മിടാൻ തന്നെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് ചപ്പിടുക, പിന്നെയും റൈസ് ഇടുക, പിന്നെയും നെയ്യ് ഒഴിക്കുക, അങ്ങനെ കേട്ടോ ചെയ്യേണ്ടത്. ഈ ടൈമിലൊന്നും ഞാൻ അവിടെ ഇല്ല. ഇതൊക്കെ ഉച്ചക്ക് ആ ടൈമിലായാലും ഉണ്ടാക്കണം. ഞാൻ ഈ ടൈമിലൊക്കെ സ്കൂളിലാണ് കേട്ടോ. എനിക്ക് സ്കൂളിൽ വരുമ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആവുമല്ലോ. അപ്പോൾ ഈ ടൈമിലൊന്നും ഞാൻ ഉണ്ടായിട്ട് കേട്ടോ അവിടെ. അവിടെയൊക്കെ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഏകദേശമൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഇത് ലാസ്റ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ബിരിയാണിയുടെ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കസ്റ്റേർഡിലോട്ട് നമ്മൾ പഴം ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ മുന്തിരിക്കൊന്നും അത്ര ഇഷ്ടമല്ല, എന്നാലും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അകത്ത് ബ്ലൂബെറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു പുതിയൊരു വീഡിയോ വീണ്ടും വരും. അതായിരിക്കും